അതെ, നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ ഇതുപോലത്തെ ഇപ്പൊ വിളക്കാണെങ്കിലും പാത്രങ്ങളൊക്കെ ഒത്തിരി പണ്ടത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ എത്ര ഒരച്ചും തേച്ചും എന്ത് കാണിച്ചാലും അങ്ങ് നിറം വെക്കാറില്ല അല്ലെ. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു പാത്രമൊക്കെ കണ്ടോ, ഇതൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്, ഒത്തിരി വർഷം മുന്നേ ഉള്ള ഇതാണ്. അതേപോലെ മണ്ണെണ്ണ വിളക്കൊന്നും ഇപ്പൊ ആർക്കും കിട്ടാൻ പോലും ഇല്ല അല്ലെ. പണ്ടത്തെ വീടുകളിലൊക്കെ ആയിരിക്കും, ചിലരൊക്കെ അത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ വീട്ടിലുള്ള മണ്ണെണ്ണ വിളക്കും സാധനമൊക്കെ ഇതുപോലെ ഒരച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മേന്റെ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയ മൊന്തയും പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിന്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അതെടുത്ത് ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഒക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ കറുത്ത പുള്ളി കുത്തും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, വിനാഗിരി ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് ഒരു തുള്ളിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക, എന്നിട്ട് ചെയ്യേണ്ടതാണ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ പാത്രമൊക്കെ കഴിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അത് ഏതോ എടുക്കാട്ടോ. ആ ഒരു സോപ്പിലേക്ക് നമ്മുടെ വായന്റെ എല്ലാം എടുത്തിട്ട് ഇതുപോലെ അമർത്തി തേച്ച് നല്ലതുപോലെ കൊടുക്കുക കേട്ടോ. നല്ലോണം ഇതുപോലെ ആ ഒരു ഇപ്പൊ ഈ ഒരു കിണ്ടിയിൽ ഒത്തിരി കറുപ്പ് ഒരുപാട് കണ്ട് മൊരഞ്ഞ് നിൽക്കുന്നില്ല. ഇത് അത്രയും മൊരഞ്ഞ പാത്രങ്ങളൊക്കെ കുറവാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ കാണിച്ച് എല്ലാതും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് കാണിക്കുന്നത്. ഇത് ഒരുപാട് മൊരഞ്ഞൊന്നും നിൽക്കുന്നില്ല. നിങ്ങളുടെ മൊരഞ്ഞ പാത്രം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി അതിലും മൊരഞ്ഞ ആകെ കരി പിടിച്ച് ഈ എണ്ണക്കരി ഇപ്പം അമ്പലത്തിലൊക്കെ വിളക്ക് അതൊക്കെ പ്രത്യേക ഒരു കരി പിടിച്ച് നിൽക്കുമല്ലോ. അപ്പം അങ്ങനത്തെ വിളക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും ഗോതമ്പ് പൊടിയും നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ ഈ ഏത് പാത്രമാണോ ആ പാത്രത്തിന്റെ മേല് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇതുപോലെ സോപ്പിട്ട് തേച്ച് കഴിയുകയാണെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് പറഞ്ഞാൽ ഒത്തിരിയാണ് മൊരഞ്ഞിട്ടില്ല, എന്നാലും കണ്ടോ നമ്മൾ ഒന്ന് തേച്ച് കഴുകിയപ്പോൾ നല്ല കളർ ഉണ്ട് അല്ലെ, നല്ല വൃത്തിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു കിണ്ടി ഇതുപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലും കുറച്ചും കൂടി വെട്ടിത്തിളങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതുപോലത്തെ ഈ ഞാനിത് ഇങ്ങനെ ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ തുടച്ച് ആ ഒരു സോപ്പിന്റെയും ഒക്കെ ഒന്ന് ആ ഇലേന്റെ കറയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റെങ്കിൽ മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ വിളക്കിനും പാത്രത്തിനൊക്കെ അത്യാവശ്യം കളറുണ്ട്, എന്നാലും കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാത്രക്കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തെടുത്തൊരു വിളക്കും കൂടി കാണിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മണ്ണെണ്ണ വിളക്ക് കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറാക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ എത്ര വർഷം മുന്നേ ഉള്ളതാണെന്ന് എനിക്ക് തന്നെ പറയാനറിയില്ല. അതുപോലെ മൊരഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം തന്നെ ഇങ്ങനെ എന്തോ കൊണ്ട് പൊളിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും കരി പിടിച്ച് കിടക്കുന്ന മണ്ണെണ്ണ വിളക്കായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇതുപോലെ ആക്കിയെടുത്തത് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു വിളക്കൊക്കെ നമ്മൾ അത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പും അതേപോലെ ഗോതമ്പ് പൊടി നാരങ്ങേന്റെ നീരും കൂടി മിക്സ് ചെയ്താണ്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി. ഭയങ്കരമായിട്ട് കരി പിടിച്ച് മൊരഞ്ഞ് നിൽക്കുന്ന വിളക്കാണെങ്കിൽ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരിച്ചിരി നേരം ഒരു 5 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. കുറേ നേരം വെക്കൊന്നും വേണ്ട. അപ്പൊ ഈ ഒരു വിളക്കൊക്കെ പറഞ്ഞാൽ കണ്ടോ, അത്രയും പണ്ടത്തെ ആ ഒരു വിളക്കാണ് ഞാൻ പുതിയതാക്കി എടുത്തത്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞിങ്ങനെ, നമ്മൾ പാത്രക്കടയിൽ നിന്നൊക്കെ പാത്രം വാങ്ങുമ്പോൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങി ഇങ്ങനെ സ്വർണം പോലെ നിൽക്കുമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞാൽ ധാരയാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ധാര ഉപയോഗിച്ച് നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര കളറ് വെക്കില്ല. ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ കരി പിടിച്ച കറുത്ത ഇപ്പൊ എണ്ണക്കരിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളഞ്ഞ് തേച്ച് കഴുകി വൃത്തിയാക്കി തുണി ഉപയോഗിച്ച് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഇത് ഈ ഒരു ഇപ്പൊ എന്താണ് നിങ്ങൾ എന്തിലാണ് തേച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരിച്ചിരി നേരം 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെച്ച് ഇത് ഉരച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കളറ് കിട്ടില്ല വിളക്കിന്. വിളക്ക് തേച്ച് കഴുകി വൃത്തി
വൃത്തിയാക്കിയിട്ട് മാത്രം ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം നിങ്ങളിത് ഉരച്ചും തേച്ചുകൊണ്ടും ഇങ്ങനെ നിൽക്കേണ്ടി വരും. അത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അത്ര ആ ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മൾ നന്നായിട്ട് അതിൻ്റെ കരിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഈ ഒരു ധാര തേച്ച് പിടിപ്പിച്ചിട്ട്. കണ്ടോ, തുണി വെച്ച് നമ്മളിങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമർത്തി, ഞാനൊരു തോർത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തത്. അത് നല്ല സുഖമുണ്ട് കേട്ടോ നമുക്ക് തുടച്ചു കൊടുക്കാൻ. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ടോ നല്ലതുപോലെ തന്നെ അമർത്തി ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ടുണ്ട് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ തുടച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തുടച്ചിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ധാര ഇച്ചിരിയും കൂടി തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തുടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളറായിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പുതിയതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ. ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാ വിളക്കും ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്.